ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്തിൽ ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഹമീദ് സാഹിബും അദ്ദേഹത്തിൻ്റെ വൈഫും ഹജ്ജിന് വേണ്ടി പോവാണ്. അവരൊരിക്കൽ ഹജ്ജ് ചെയ്തവരാണ്. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ന് സ്വാഭാവികമായിട്ട് നിങ്ങളോടൊക്കെ യാത്ര പറയാൻ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഈ ഒരവസരത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ആ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഒരല്പനേരം സംസാരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇസ്ലാമിൽ നമുക്ക് മാതാപിതാക്കൾക്ക് മരണശേഷം അവരുടെ മരണശേഷം ചെയ്യാൻ കഴിയാവുന്ന കർമ്മങ്ങളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യം കിട്ടുമെന്ന് പറഞ്ഞോ അത് കിട്ടുക തന്നെ ചെയ്യും. അതിൽപ്പെട്ട ഒന്നാണ് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേ സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അഫ അഹുജാൻ, അവർക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്തിട്ടെ നബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ ഹജ്ജ് ചെയ്തോളാൻ പ്രവാചകന്റെ നിർദ്ദേശമുണ്ട്. അപ്പൊ അതിൻ്റെ ഇഹ്റാമിലും അതേ നിയ്യത്തോടു കൂടെ അൽഹംദുലില്ലാഹ് ഈ ഹജ്ജിന് വേണ്ടി പോവാൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു കുടുംബമാണ് ഇവിടെ സംഗമിച്ചിരിക്കാൻ. ഈ ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത് മരണത്തോടു കൂടെ പോലും അറ്റുപോകുന്ന ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കളോടുള്ള കടമ പറയുന്നിടത്ത് അവിടെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവരുടെ ബന്ധം നീ ചേർക്കണമെന്ന് പറഞ്ഞിടത്ത് അവരെ കൊണ്ടല്ലാതെ ഒരിക്കലും ചേർക്കപ്പെടാത്തൊരു ബന്ധമുണ്ട്. ഇപ്പൊ വാപ്പ വഴിക്ക് ബന്ധങ്ങൾ ഉണ്ടാവാം, ഉമ്മ വഴിക്ക് ബന്ധങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഉമ്മ വിട പറഞ്ഞു, വാപ്പ വിട പറഞ്ഞു എന്ന് വിചാരിച്ച് ആ ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മുറിക്കാൻ പാടില്ല. അല്ലം തൂസൽ ഇല്ലാ ബിഹിമാനാണ്, അവരെ കൊണ്ട് കണ്ണി ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ, അതല്ലാതെ ചേർക്കപ്പെടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ അവരോടുള്ള ബന്ധങ്ങളെ ചേർക്കാൻ ഇപ്പൊ അൽഹംദുലില്ലാഹ് ഒരു കുടുംബമായിട്ട് ഒരു സന്തോഷമായിട്ട് നമ്മൾ വന്നിരിക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറെ പ്രസക്തിയുള്ള, ഇസ്ലാമിൽ ഏറെ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒന്നാണ് ഈ ബന്ധങ്ങളെ ഇണക്കി വെക്കലും ചേർത്ത് വെക്കലും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ ഇരിക്കുന്ന സദസ്സിൽ ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കാൻ. എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കുടുംബ ബന്ധം മുറിച്ച് ആരെങ്കിലും ഇവിടെ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് പോവാം. ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ഇത് അദ്ദേഹം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭാവപ്രകടനത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുവന്നിട്ടുണ്ട്, ഗൗരവമുണ്ട് സംസാരത്തിൽ. ഇത് കേട്ട് സ്വഹാബത്തൊക്കെ ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദേ, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര ഗൗരവത്തിൽ ഈ വിഷയം ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്? ആ സമയത്ത് അദ്ദേഹം പറയണം, ഈ ഇരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ഇൽമിന്റെ സദസ്സിൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരും, കാരുണ്യത്തിന്റെ മലായിക്കത്തുകൾ കടന്നു വരും. പക്ഷെ ആ സദസ്സിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവർ ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല മലക്കുകളെ തടയുന്നുണ്ട്, അവരോട് പോകണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട അത്ര വലിയ സ്ഥാനമുണ്ട്. അള്ളാഹു ലോകത്തിനെ പടക്കുമ്പോൾ, സൃഷ്ടിചരാചരങ്ങൾ പടക്കുമ്പോൾ, ഓരോ അമലു സാലിഹാത്തുകളുടെ വിഷയം പറയുമ്പോൾ കുടുംബ ബന്ധത്തിനോട് അള്ളാഹു സംസാരിച്ചു എന്നാൽ അത് അവൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എന്തിനും കഴിവുള്ളവൻ. അപ്പൊ അവിടെ എന്നെ മുറിക്കപ്പെടുന്നതിൽ നിന്ന് നാഥ നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ചോദിക്കാണ്, ഒരൊറ്റ ഗ്യാരണ്ടി നിനക്ക് തന്നാൽ നീ തൃപ്തിപ്പെടുമോ? ഒരൊറ്റ വാക്കിന്റെ ഗ്യാരണ്ടി ഞാൻ നിനക്ക് നൽകാം, ആ വാക്ക് നിനക്ക് കിട്ടിയാൽ നിനക്ക് തൃപ്തി വരുമെന്ന് ചോദിച്ചു. ആ വാക്കെന്തെന്നറിയോ? അസിൽ മംവസലക്, നിന്നോട് ആര് ചേർത്തുവോ അവരോട് ഞാൻ ബന്ധം ചേർക്കും. അഖ്തഅ മൻ ഖതഅക്, നിന്നോട് ബന്ധം മുറിച്ചവനോട് ഞാനും ബന്ധം മുറിക്കുന്ന. കുടുംബ ബന്ധം ആര് ചേർത്ത് വെച്ചോ അവനോട് അല്ലാഹു തആല ബന്ധം ചേർത്ത് വെക്കും. ആര് കുടുംബ ബന്ധങ്ങളെ മുറിച്ചോ അവനോട് അല്ലാഹ്ക്ക് ബന്ധമില്ല. നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കി മുറിച്ചു വെച്ചിട്ട് ഏത് ആരാധനകൾ ചെയ്താൽ പോലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹു തആലക്ക് ആ ബന്ധങ്ങൾ ഇല്ലാത്തവന്റെ പ്രവർത്തനങ്ങൾ വേണ്ടെന്നാണ്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിക്കുന്നവനാരോ അവന് സ്വർഗം തന്നെ ഇല്ല എന്നാണ്. മാത്രമല്ല, നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, തലക്ക് മേലെ ആരാധന ഉയർത്തപ്പെടാത്ത അവസ്ഥ ഉണ്ട്. മുസല്ലയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ
നമ്മുടെ തലക്ക് മുകളിൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ട്. ആരുടെ വിഷയത്തില്? കുടുംബ ബന്ധങ്ങളെ മുറിച്ചു തള്ളിയവന്റെ അവസ്ഥകളിലാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമ, അവന്റെ കുടുംബ ബന്ധങ്ങളെ അവൻ ചേർക്കട്ടെ എന്ന്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ബന്ധങ്ങളെ ചേർക്കാനാണ് അള്ളാന്റെ ദീന് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, ഇങ്ങോട്ട് വരണ അമ്മാവന്റെ വീട്ടിൽ അങ്ങോട്ടും പോയി, ഇങ്ങോട്ട് കയറി വരുന്ന ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് അങ്ങോട്ടും പോയി. അത് ബന്ധം ചേർക്കലല്ല, ബന്ധം നിലനിർത്തലാണ്. ബന്ധം ചേർക്കൽ വരുന്നത് എപ്പോഴാണ്? എവിടെയാണോ ആ ബന്ധം പൊട്ടിപ്പോകുന്നത് അവിടെ ചേർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അയാൾ എന്നോട് മിണ്ടിയിട്ടില്ല, അവന്റെ മൂത്ത മോളുടെ കല്യാണം നിശ്ചയിക്കും എന്നെ അറിയിച്ചിട്ടുണ്ടായില്ല, ഒക്കെ തീരുമാനിച്ചതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. ഈ വക നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നോക്ക, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ജ്യേഷ്ഠന് വീടിന്റെ അവിടെ ചോര ഛർദിക്കുന്നുണ്ടാകും, എന്നാൽ ആ വീട്ടിൽ കയറാൻ മടിയാണ്, അവനോട് പിണക്കാൻ. അങ്ങനെ കടന്നുപോയി അവസാനം സെൽഫോണിൽ കോള് വരികയാണ്, ജ്യേഷ്ഠൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഒരു ലജ്ജയും ഇല്ലാതെ തിരിച്ചു വന്ന് മുഖത്തിലെ കഫം പടവ നോക്കി കണ്ണീര് പൊഴിക്കാൻ നമുക്ക് നാണല്ലേ? ജീവിച്ചിരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോടൊന്ന് മുഖത്ത് നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയണില്ലെങ്കിൽ എന്തിനാണ് ആ ബന്ധങ്ങളുടെ ആവശ്യം? നിങ്ങൾക്ക് സ്വതക്കുണ്ട്, നിങ്ങളൊരു ദാനധർമ്മം ചെയ്ത പ്രതിഫലമുണ്ട്. വലൗ അൻതൽക അഖാക ബിവജ്ഹിൻ ത്വലിഖിന്റെ ഒരു പ്രസന്ന മുഖത്തോടുകൂടെ തന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ പോലും നമ്മളായിട്ട് ഒരിക്കലും ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കാൻ പാടില്ല. അതിന് നമ്മൾ പറയും, ഞാൻ നല്ല വ്യക്തിത്വമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അലൈക ബിഹുസ്നിൽ ഖുൽഖി യാ അബൂ ഹുറൈറ, ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറിൽ നിന്റെ മേലെ നിർബന്ധാണെന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മാ ഹുസ്നുൽ ഖുൽഖി യാ റസൂലല്ലാഹ്, എന്തിനാ സൽസ്വഭാവം എന്ന് പറയാ? അവിടെ പ്രവാചകൻ പറഞ്ഞു, തസ്വിൽ മൻ ഖതഅക, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് നീ പോയി ബന്ധം ചേർക്കലാണ്. വതുഅതി മൻ ഹറമക്, നിനക്ക് നൽകില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചവനെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കലാണ്. വതഅഫു അമ്മൻ ളലമക്, ഇങ്ങോട്ട് അക്രമം ചെയ്തവനോട് അങ്ങോട്ട് മാപ്പ് കൊടുക്കലാണ് സൽസ്വഭാവം. അപ്പൊ ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, ഞാൻ അവരോട് പരസ്പരം ചേർത്ത് വെക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരെന്നെ അകറ്റാൻ. ഞാൻ ഒരുപാട് നല്ല രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ട്, പക്ഷെ അവരെന്നോട് വിവരമില്ലായ്മ മാത്രം ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിത് അവസാനിപ്പിക്കണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് തുടർത്തിക്കൊണ്ടു പോകണം, നീ അത് അവസാനിപ്പിക്കാൻ പാടില്ല. പക്ഷേ അവരോരോ തവണ നിന്നെ നിരാകരിക്കുമ്പോഴും നീ അവരെ തീറ്റിക്കുന്നത് ചുടുവെണ്ണീറാണ് അവരെ നീ തീറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ആലോചിക്കണില്ല, ഒരു കോംപ്രമൈസിനും തയ്യാറാവാതെ, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ എത്ര നാള് നമ്മൾ ഈ അഹങ്കാരം പ്രൗഢിയൊക്കെ നമ്മൾ നടിക്കുന്നത് നമ്മൾ വിചാരിക്കണുണ്ടോ? അതുകൊണ്ട് ആരുടെ മുമ്പിലാണ് നമ്മൾ താഴ്ന്നു കൊടുക്കണേ? ആരുടെ മുമ്പിലാണ് നമ്മൾ വിനയാന്വിതരായി? നമ്മളുടെ രക്തബന്ധത്തിന്റെ മുമ്പിലാണ് അല്ലേ? ഒരു വേള അള്ളാഹുവിനോട് ചേർത്ത് വെച്ച ബന്ധത്തിന്റെ മുന്നിലാണ്. അതുകൊണ്ട് എപ്പോഴും വിശുദ്ധ ഖുർആനിന്റെ തന്നെ അധ്യാപനം, അള്ളാഹുവിന്റെ ശാപമുണ്ടേ. ഖുർആൻ സൂറത്ത് ബഖറയിൽ മാത്രമല്ല, വീണ്ടും സൂറത്ത് മുഹമ്മദിലും അള്ളാഹു താല 2 തവണ ആവർത്തിച്ചു പറഞ്ഞ വിഷയമാണ് അള്ളാഹുവിന്റെ ശാപമുണ്ട്. ശാപം എന്ന് പറഞ്ഞെന്താ? വയച്ചുറുദുഹും അനി റഹ്മാൻ, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവർ, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ബന്ധങ്ങളെ ചേർത്ത് വെക്കാൻ ഞാൻ വളരെ പരിമിതമായ സമയത്തിൽ പെട്ടെന്നൊന്ന് ഓടിച്ചു പോവാൻ. ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങുന്നുണ്ട്? ഏറ്റവും ബേസിക്കലി നമുക്കറിയാം, ദാമ്പത്യ ബന്ധമാണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവസ്ഥകളാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. കുറെ ആള് സ്വന്തം ഭാര്യനെ കണ്ടിട്ട്, ഭർത്താവിനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയുന്നത് അറിയോ? ഡെയിലി കാണുന്നുണ്ടല്ലോ എന്നാ പറയാം. ഡെയിലി കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരേ വീട്ടിലുണ്ടാവും, പക്ഷെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. ഏറ്റവും വലിയ പരിഗണന, ഞാൻ ആ മേഖലയിൽ സംസാരിക്കുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും വലിയ ബന്ധം അല്ലാഹു തആല ഇണക്കി ചേർത്തത്, നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചത് എന്ന സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ ആ ബന്ധങ്ങളുടെ വിള്ളലുകൾ ഉണ്ടാവരുത്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഒരൊറ്റ ടിപ്സ് മാത്രമേ പറയുന്നുള്ളൂ. പരിഗണന എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ട് വേണം ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് സംസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്. എവിടെയും പരിഗണന ഉണ്ടോ, ജീവിതത്തിൽ നമ്മൾ വളരെയധികം രക്ഷപ്പെടും, നന്നാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഭർത്താവിനെ പരിഗണിക്കുക, ഭാര്യയെ പരിഗണിക്കുക, മക്കളെ പരിഗണിക്കുക. ഭർത്താവ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കേണ്ടത് ആരാണ്?
ഭാര്യയാണ്. ആ ഭർത്താവിനെ പരിഗണിക്കുന്നു. മക്കൾ സ്കൂൾ ബസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കേണ്ടത് ആരാണ്? ഉമ്മയാണ്. അവിടെ നമുക്ക് ആ മക്കളെ നന്നായി കിട്ടും. നിങ്ങൾക്കറിയോ, അവര് വന്ന് നമ്മളിങ്ങനെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ നമ്മൾ പറയും അടിച്ചേമെന്ന് അടിക്കേണ്ട, അതാ വരണു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെ മക്കളോട് പറയും പോയി തുറന്നു കൊടുത്തു എന്ന് പറയും. അവർ ഡോറ് തുറന്നു കൊടുക്കും. അദ്ദേഹം ഇങ്ങനെ വരും, മൊബൈലിൽ ഒരു ഭാഗത്ത് ഇരിക്കും. മക്കളാണെങ്കിലോ ബാഗ് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ് നേരെ ഉമ്മാന്റെ അടുത്ത് വരും. ഉമ്മ എന്ന് വിളിക്കും. ഉമ്മ അതിനേക്കാൾ ഷൗട്ടത്തിൽ എന്തരാന്ന് ചോദിക്കും. അതോടുകൂടെ ആ വിളി മതിയാക്കിയിട്ട് മക്കൾ ആ വഴിക്ക് തിരിച്ചു പോകും. നമ്മളിതൊക്കെ മനസ്സിലാക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട പരിഗണന. നമുക്ക് ജീവിതത്തിൽ എന്ത് കുറവുണ്ടോ അതൊരു പരിഗണനയിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത്. ഇപ്പൊ നമ്മളെ എടപ്പാള് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാലേ നല്ല ഫ്രഷ് ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടലുണ്ട്, കുറച്ച് പഴയ ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കാം. നമ്മൾ ആ ഫ്രഷ് ഫുഡ് കൊടുക്കുന്ന ഹോട്ടലിൽ പോയി ആരും നമ്മളെ റിസീവ് ചെയ്യാനില്ല, പരിഗണിക്കാനില്ല. നമ്മളവിടെ പോയി ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ വെയിറ്റർ വന്ന് എന്താ വേണ്ടത്, നമ്മളൊരു മെനു ഓർഡർ ചെയ്തു. അയാൾ കുറച്ച് മിനിറ്റ് വന്നു, ഇല്ലല്ലോ തീർന്നു പോയല്ലോ, വേറെ എന്തെങ്കിലും വേണോ? കുറച്ചേരുന്ന് മുഷിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നല്ല ഭക്ഷണം ആണെങ്കിലും അത് കഴിച്ച് മിണ്ടാതെ അങ്ങനെ പോരും. നേരെ മറിച്ച് 2 ദിവസം പഴകിയ ഫുഡ് കൊടുക്കുന്ന ഹോട്ടലാണെങ്കിൽ പോലും എടപ്പാളുണ്ട് എന്നല്ലാട്ടോ പറഞ്ഞേ, അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ ആലോചിച്ചൊക്കെ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരാൾ നമ്മളൊരു പൂങ്കോഴിയുടെ തൊപ്പിയൊക്കെ ഇട്ട് നമ്മളെ റിസീവ് ചെയ്യുന്നുണ്ട്. കാർ ഞങ്ങൾ പാർക്ക് ചെയ്തോളാം, നിങ്ങൾ എത്ര പേരുണ്ട് എനിക്കെന്ന് പറഞ്ഞു. വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് മൂടി തുറന്നെന്ന് അല്ലേ, എന്താ മെനു വേണ്ട വെച്ചു, വെയിറ്റ് സർപ്പ് കൊണ്ടുവന്ന് തരാം. നമ്മളെ നന്നായി കെയർ ചെയ്ത് പരിഗണിച്ച് യാത്രയ്ക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ എവിടേക്ക് പോവാം, നമുക്കെവിടെയാണോ പരിഗണന കിട്ടിയത് അവിടേക്ക് പോവാം. ഈ മന്ത്രം കുടുംബജീവിതത്തിൽ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ കുടുംബത്തിലെ വലിയൊരു ബന്ധമാണ്. ഞാൻ ഈ കുടുംബജീവിതം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും നിരന്തരം നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരായിരിക്കാം. അതുകൊണ്ടാണ് ആ മേഖല കൂടുതൽ പറയാത്തത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ കാലത്തെ നമുക്ക് ഏറെ നഷ്ടം തോന്നുന്ന ഒരു ബന്ധമുണ്ട്, നമ്മുടെ മക്കളുടെ ബന്ധമാണ്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പറയാം. നമ്മൾ ഇന്ന് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കാൻ മക്കൾ എന്തായി തീരുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ തന്ന അമാനത്താണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അവർക്ക് മാതൃകയാവണ്ട. ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ വ്യക്തിപരമായിട്ട് സംസാരിച്ച നമ്മളുടെ 99% പരാതി അല്ല, 100% പരാതി എന്തായിരിക്കും എന്നറിയോ? മൊബൈൽ ഫോൺ ആയിരിക്കും പ്രശ്നം പറയാൻ. കാരണം അവരായി നിങ്ങളുടെ ഇറങ്ങണില്ല. നമ്മൾ ഒരു കാലത്തിൽ അവരുടെ പേരിൽ അഭിമാനം തടിച്ചത് ഫോണിലാണ്, ഇന്ന് സങ്കടപ്പെടുന്നത് ഫോണിലാണ്. ഇനി നമുക്ക് കുറ്റം പറയാൻ അർഹത ഉണ്ടോയെന്ന് നമ്മളും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അൽഹംദുലില്ലാഹ് ആ വിഷയം അവിടെ പൂർണ്ണമാണ്. കാരണം എന്താ അറിയോ, 1.5 വയസ്സായ മോന് റിമോട്ട് എടുത്ത ചാനൽ മാറ്റി ഫോൺ എടുത്താൽ ഉമ്മ വിളിക്കും വാപ്പാൻ ഇവിടെ വന്നേ. നമ്മുടെ മോൻ്റെ ഒരു ബുദ്ധി കണ്ടില്ലേ? ഉമ്മാക്കും സന്തോഷമായി, വാപ്പാക്കും സന്തോഷമായി. വല്യപ്പ മക്കളുടെ വലിയ പ്രൗഢി പറയുന്നത് അറിയോ? ഈ ഫോൺ എന്താ ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷെ എൻ്റെ പേരക്കുട്ടിയില്ലേ അവൻ എങ്ങനെ കൈകാര്യം ചെയ്തോളും. നമുക്കതിൽ അഭിമാനം. നമ്മുടെ മക്കളുടെ IQ പവർ നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല. അവരിന്ന് കുറച്ചുകൂടെ ഫോർവേഡ് ടെക്നോളജി ഉള്ളൊരു കാലഘട്ടത്തിൽ അവർ ജീവിക്കുന്നത്. അതിനനുസരിച്ചാണ് ആ മക്കൾ വളരുന്നത്. നമ്മൾ ഈ ഓരോന്നും കണ്ടെത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം എന്നല്ല, ChatGPTയുടെയും AI ഒക്കെ കാലഘട്ടങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മക്കളുടെ ബുദ്ധി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൂടെ നിൽക്കാനാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മളിതിങ്ങനെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവരെ കേടുവരുത്തണത് ആരെന്നറിയോ? മാതാപിതാക്കളാണ്. കേടുവരുത്തണ മാതാപിതാക്കളാണ്. ഞാൻ 2-3 എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ വന്നിട്ട് അമീദക്ക് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നാൾ വരുന്ന ഒരാളെ പറ്റി പറഞ്ഞു, ഒന്നും ഞങ്ങൾ ഇവിടെ സംസാരം ഉണ്ടായിട്ടില്ല. ഒരു കോമൺ വിഷയം പറയാൻ, നമ്മൾ ഭാര്യയുടെ വീട്ടിലേക്ക് വിരുന്ന് പോകും, മക്കളൊക്കെ കൂടെ വിരുന്ന് പോയിട്ട് അവിടുന്ന് വാപ്പ അറിയാണ്ട് ഒരു ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ ഒരു സന്ദർശനം ഉണ്ടാവും. അപ്പൊ ഈ കുട്ടിയോട് ഒരു ജാമ്യം എടുക്കും, നമ്മൾ ഈ പോയതൊന്നും ആരോട് പറയണ്ട, വാപ്പാനോട് പറയണ്ട. കുട്ടി സ്വാഭാവികമായിട്ടും ഈ കളവ് പഠിപ്പിച്ചു കൊടുത്തതാരാ? ഉമ്മൻ. നമുക്ക് കൈയൊഴിയാൻ പറ്റൂല. മദ്രസയിൽ ഒരു 2 ദിവസം 3 ദിവസം ലീവ് എടുക്കും. ഈ ലീവ് ലെറ്റർ എഴുതുമ്പോൾ ഉമ്മാന്റെ വീട്ടിൽ പോയി എന്നൊന്നല്ല എഴുതാം. എൻ്റെ മകൻ മുഹമ്മദ് ഇന്ന ആള് ഷാന് 3 ദിവസമായിട്ട് മദ്രസ വരാത്തത് വയറുവേദനയും പനിയായിരുന്നു എന്നാണ്. ഇവൻ ഈ ലെറ്റർ കൊണ്ടിട്ട് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത് ഉസ്താദ് പറയുമ്പോൾ പോയിരുന്നു എന്ന് പറയും അല്ലേ? ഈ കുട്ടി തിരിയുമ്പോൾ എന്താ മനസ്സിൽ പറയാന്നറിയോ? മണ്ടൻ ഉസ്താദ്, നമ്മൾ അവിടെ ചാടി കളിച്ചോന്ന് മൂപ്പര് അറിഞ്ഞിട്ടില്ല. ഇത് രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴിതാൻ അല്ലേ? ഈ മുമ്പത്തെ ഇപ്പോഴത്തെ പേരൻസ് വലിയ പരിചയം. ഈ KSRTC ബസ്സിലൊക്കെ കയറും. ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ ചോദിക്കും കുട്ടിക്ക് എത്ര വയസ്സായി? ഉമ്മ പറയും 5 വയസ്സ്. നിഷ്കളങ്കമായ ബാല്യം ഉമ്മയുടെ മുഖത്തോക്കി ചോദിക്കും, ഉമ്മക്ക് 6 വയസ്സായിട്ടില്ലേ? മുണ്ടാണ്ടിരിക്കല അവിടെ. ഇതെന്തിനാന്നറിയോ? ഒരു ഫുൾ ടിക്കറ്റ് ഹാഫ് ടിക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ?
കുട്ടി ജീവിതത്തിൽ പഠിച്ചൊരു പാടുണ്ട്, പൈസക്ക് വേണ്ടി നുണ പറയാം. പഠിപ്പിച്ചു കൊടുത്തതാരാ? ഉമ്മയാണ് അല്ലേ? വാപ്പ രാത്രി 10 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് കോൺട്രാക്ടറായ വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ മോനിങ്ങനെ സിറ്റ് ഔട്ടിൽ കാത്തിക്കുണ്ട്. എന്താ, പ്രിൻസിപ്പൾ പുറത്താക്കി, വാപ്പാനെയും കൊണ്ട് വന്നാൽ മതി നാളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ വാപ്പ കുട്ടീനെയും കൊണ്ട് ലാസ്റ്റ് എനിക്കാകെ തിരക്കാണ്, എന്നാലും വേണ്ടില്ല കൂടെ വരാമെന്ന് പറഞ്ഞ് ഇവനെയും കൂട്ടി പിറ്റേ ദിവസം പോകുമ്പോൾ വാപ്പ ഇറങ്ങാനേ കുറച്ച് വൈകിട്ടുണ്ട്. അങ്ങനെ വാപ്പാൻ്റെ ജോലി തിരക്കുണ്ട്. പോണ വഴി മോനെയും കൊണ്ട് ട്രാഫിക് പോലീസ് കൈ കാണിച്ചു, റോഡ് പ്രശ്നമാണ്. ഇയാൾ കീശയിൽ പൈസ ഇട്ടിട്ട് ചെറിയൊരു കൈമണി പോലീസുകാരനും കൊടുത്ത് മുന്നോട്ട് പോയി. പോണ വഴിക്ക് വാപ്പ പറഞ്ഞു വില്ലേജ് ഓഫീസിൽ ഒന്ന് ഇറങ്ങണം, ഇയാളുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി അവിടെ ഭൂമിയുടെ വിഷയങ്ങൾ തരം മാറ്റലൊക്കെ വിഷയം അവിടെ ഇറങ്ങി. എന്തായാലും അവിടെയും കുറച്ച് പൈസ കൊടുത്തു. അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് പോയി KSEB ഓഫീസിൽ ഒന്ന് കയറി. ഒരു സർവീസ് വയർ ഇങ്ങനെ കോർണറിൽ കൂടെ പോകുന്നുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാൻ അവിടെയും കുറച്ച് പൈസ കൊടുത്ത് ഈ മോർണിംഗ് കൊണ്ട് അവസാനം ലിറ്റായി സ്കൂളിലെത്തുമ്പോൾ പ്രിൻസിപ്പൾ എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുത്ത് പറയും, ഇവൻ ഇനി ഇവിടെ വെച്ചിരിക്കാൻ പറ്റുമോ തോന്നണില്ല. ഈ കുട്ടി കുഞ്ഞു പോക്കറ്റിൽ പൈസ ഇട്ടിട്ട് ഒരു 10 റുപ്യ പ്രിൻസിപ്പളിൻ്റെ മേശ വെച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും നടക്കുമെന്ന്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, കുട്ടിക്ക് എവിടെ നിന്ന് കിട്ടിയേ? വാപ്പൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെന്താണ്? നമ്മൾ ഫുൾ ടൈം ഫോണിൽ ഇരുന്നിട്ട് എൻ്റെ മക്കളെ ഫോണിൽ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല, ഒരിക്കലും നടക്കില്ല. നിങ്ങളിതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാം. നമ്മൾ മുമ്പ് എടപ്പാളെന്നോ കുറ്റിപ്പുറത്തുനിന്നോ കോലളമ്പക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിന്നുള്ള അമ്പിളിമാമൻ നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്പിളിമാമനെ നമ്മൾ സ്ക്രീനിൽ കാണാനല്ലാതെ കണ്ടിട്ടില്ല. ഇതിൻ്റെ അർത്ഥം അമ്പിളിമാമനെ കാണണമെന്നല്ല, പക്ഷേ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഉമ്മമാർ നമുക്ക് ചോറ് തരാൻ അമ്പിളിമാമനെ കാണിച്ചു തന്നിരുന്നു. നമ്മളോ TV-യിൽ സ്ക്രീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അതിന് മക്കളെ വളർത്തി അവരുടെ ഭക്ഷണം അതിലൂടെ കൊടുത്തു. ചോറ് കൊടുക്കുന്നതിൻ്റെ കൂടെ ചൊല്ലുകൊടുത്ത് വളർത്താൻ കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ പൂർവിക പ്രവാചകന്മാരുടെ കഥ കേട്ടത്, ധാർമ്മികപരമായ കഥ കേട്ടത് ഇവിടെ നിന്ന് ഉമ്മാടെ ഒക്കെ തിന്നാൻ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ 6 വയസ്സുള്ള ഒരു മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്, മുഹമ്മദ് ഷാൻ എന്നാണ് അവൻ്റെ പേര്. ഉമ്മയും വെല്ലിമ്മയും കൂടെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ഇവനോട് എന്ത് പറഞ്ഞ് നന്നാക്കണം എന്നൊരു പിടിച്ചില്ല. അപ്പൊ അവൻ പറയാൻ, ഈ എന്ത് പറഞ്ഞാൽ ഈ കുട്ടി ഓപ്പോസിറ്റേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവനോട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവന് പറഞ്ഞതൊക്കെ അനുസരിക്കാനുണ്ട്. ലാസ്റ്റ് ഒരു പിടുത്തം കിട്ടണില്ല. ആൽഫബറ്റ് എഴുതാൻ പറയുന്നു, പോയ രജിസ്ട്രേഷന് ചെല്ലണോ, ഒരു പ്രശ്നമില്ല. അവസാനം കൈ കൊടുത്ത് പോകാൻ നേരത്തെ ചോദിച്ചു വേറെന്താ നിനക്ക് ഇഷ്ടമുള്ള ചോദിച്ചാൽ പറഞ്ഞു ഈ കാർട്ടൂൺ ഇഷ്ടമാണ്. ഏത് കാർട്ടൂണാണ്? ടിൻറ്റുമോനാണ്. അപ്പൊ ടിൻറ്റുമോന്റെ പ്രത്യേകത എന്ത് പറഞ്ഞോ ഓപ്പോസിറ്റ് ചെയ്യാന്നുള്ളതാണ്. അവന്റെ ഹീറോ ടിൻറ്റുമോനാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ തല്ലുകൊള്ളാനുള്ള ഒരു എളുപ്പ വഴി മുഹമ്മദ് ഷാൻ എന്ന് മാറ്റി മുഹമ്മദ് ടിൻറ്റു എന്നാക്കിയാലേ തൽക്കാലം നാട്ടുകാരെ എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ നമ്മുടെ മക്കൾ നമ്മുടേതായി തീരണമെങ്കിൽ റോൾ മോഡലായി നമ്മൾ മാറണം. നമ്മൾ ഫുൾ ടൈം ഫോണിലാണ്. വാപ്പ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും, ഉമ്മ ഒരു ഫോണിൽ, വാപ്പാക്കൊരു ഫോണിൽ. മക്കളിനെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ കയ്യിലൊരു ഫോണും കൊടുത്താൽ നമ്മൾ അവരോട് സംസാരിക്കണില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഏറെ ഇന്ന് മലീമസമായി കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ അവസ്ഥ അറിയോ നിങ്ങൾക്ക്? ഇപ്പോഴത്തെ അവസ്ഥ അറിയോ? ലഹരിയിലെ ഡ്രഗ്സ്. നമ്മളൊക്കെ വിചാരിക്കും, ഇവിടെ ഇരിക്കണവരൊക്കെ എന്താ വിചാരിക്കണം എന്നറിയോ? എൻ്റെ വീട്ടിലുണ്ടാവില്ല, എൻ്റെ കുടുംബത്തിലുണ്ടാവില്ല, എൻ്റെ നാട്ടിലുണ്ടാവില്ല. നമ്മുടെ മൂക്കിൻ്റെ താഴെ വൈലച്ചൂരാൻ ഗ്രാൻഡ് പേരൻസിൻ്റെ വെല്ലിപ്പാൻ്റെ വെല്ലിമാൻ്റെ തല ഇങ്ങനെ അറുത്തിട്ട് അത് കോണിമ കൊണ്ടുപോയി വെച്ചു പാട്ടും പാടിയിട്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ, വാപ്പി ഉമ്മില്ലാത്ത മക്കളെ വളർത്തി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ ഗ്രാൻഡ് പേരൻസ് ചെയ്തിട്ടുള്ളൂ. അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞത്, ഈ ലഹരി എന്ന് പറയുന്ന മാരക വിപത്ത് നമ്മുടെ മക്കളെ തേടിയിരിക്കുന്നത് ഏതവസ്ഥയിലാണ് നമ്മൾ അറിഞ്ഞാൽ നോക്ക്. ചോക്ലേറ്റിന്റെ രൂപത്തിലുണ്ട്. നമ്മുടെ ഈ അടുത്തൊരു ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലെ ഒരു ഡ്രോപ്പ് ഹഷീഷ് സിഗരറ്റില് 500 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഒരു ഡ്രോപ്പ് ഹഷീഷിന് 500 രൂപയാണ് ഈടാക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കേണ്ടെന്ന് അറിയാം. നമ്മളൊക്കെ ക്യാമ്പസിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പഫ് എടുക്കുന്ന ഒരു പക്ഷെ അവനൊരു ചെയിൻ സ്മോക്കർ ആയേക്കാം അങ്ങേയറ്റത്ത്. ഇന്നത്തെ കാലത്ത് ഒരൊറ്റ സ്മോക്ക് മതി അവൻ ഡ്രഗ്സിലേക്ക് വഴുതി വീഴാൻ. ഞാൻ പറയും, ഞാനൊരു ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കഞ്ചാവ് കണ്ടത് ഒരു 10 രൂപയുടെ നോട്ട് ചുരുട്ടി എൻ്റെ സ്ഥാപനത്തിൻ്റെ സൈഡിൽ നിലത്തുനിന്ന് കിട്ടിയ 10 രൂപ തുറന്നു നോക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇട്ടൊരാളുണ്ട്, അത് എടുക്കാൻ ഒരു കസ്റ്റമർ അവിടെ ഉണ്ട്, ഈ 10 രൂപേനേക്കാളും വാല്യൂ ഉള്ള ഒരു കസ്റ്റമർ അവിടെ ഉണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത്ര ശ്രദ്ധയോടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, മക്കളോട് സംസാരിക്കുന്നത് ഒരു നിലക്കും കുറവ് വരരുത്. അവർക്ക് സ്കൂൾ വിട്ട് വന്നാൽ സംസാരിക്കണ്ടാവും, നമ്മൾ കേൾക്കണം. നമ്മുടെ വീട്ടിലൊക്കെ റൂമില്ലേ, കിച്ചൺ എന്തിനാ വെച്ചാൽ നമ്മൾ പറയും ഭക്ഷണം പാചകം ചെയ്യാനാണ്, ബെഡ്റൂം എന്തിനാ റെസ്റ്റ് എടുക്കാനാണ്, ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ പറയും.
നമ്മുടെ വീട്ടിൽ പ്ലാൻ വരച്ചപ്പോൾ ലിവിംഗ് റൂം നല്ലൊരു സോഫ സെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാ അത് ഗസ്റ്റ് വരുമ്പോൾ ഇരിക്കാനാണ്. നല്ലതൊക്കെ നമ്മൾ ഗസ്റ്റിന് വേണ്ടി എടുത്തു വെച്ചവരാ, നാളേക്ക് വേണ്ടി മാറ്റി വെച്ചവരാ. നമ്മൾ സത്യത്തിലൊന്നും ഉപയോഗിക്കണില്ല. നല്ല ബ്ലാങ്കറ്റ് ഉമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ പറയാം ആശുപത്രി പോകുമ്പോൾ കൊണ്ടുപോകാനാ, എന്നാലും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ അള്ളാഹിനോട് നിസ്കാരത്തിൽ റബ്ബിയഫർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖനി വഹ്ദിനി വആഫിനി, എനിക്ക് സൗഖ്യം തരണേന്ന് പറഞ്ഞു. രോഗം തരണേന്നും കൂടിയല്ല, രോഗം തരല്ലേന്നും കൂടിയല്ല, എന്നും ആരോഗ്യവാനാക്കണേ. നമ്മളൊരു രോഗത്തെ പ്രതീക്ഷിച്ചിട്ട് ബ്ലാങ്കറ്റ് എടുത്തേക്കണ ആൾക്കാരെ. അപ്പോ നമ്മൾ ഈ ലിവിംഗ് റൂമും സോഫ സെറ്റൊക്കെ എന്തിനാണെന്നറിയാം? ജീവിക്കാനുള്ള റൂമാണത്. അവിടെ വാപ്പിയമ്മയും മക്കളും ഇരിക്കണം, സംസാരിക്കണം. ആ ഒരു ബന്ധങ്ങൾ അപ്പോഴേ നമുക്കിടയിൽ ഉണ്ടാവുന്നുള്ളൂ. മാത്രമല്ല അവർ നമുക്ക് വേണ്ടി, നമ്മളൊക്കെ പറയും എന്തിനാ മക്കളെ വളർത്തണേ? നമ്മൾ കുറെ കാലം അവരെ നോക്കിയാൽ അവരെ അവസാനം എന്ത് ചെയ്യും? നമ്മളീ നോക്കുന്നതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റബ്ബു ഔലാദ കുല്ലി സമാനിൻ വഗൈരി സമാനിക്കും, നിങ്ങളുടെ ഈ തലമുറക്ക് വേണ്ടിയിട്ടല്ല, അടുത്ത തലമുറയെ മുന്നിൽ നിന്ന് നയിക്കാനാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുന്നത്. അടുത്തൊരു സൊസൈറ്റിയാണ് അവര്, അവിടെ അടുത്തൊരു തലമുറ ഇവിടെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് ആ മക്കളുടെ വിഷയത്തിലുള്ള ബന്ധങ്ങൾ, അവരോട് എന്തൊക്കെ കടമ പറഞ്ഞോ അത് പറഞ്ഞു കൊടുക്കുക, പുലർത്തിക്കൊണ്ടുവരാ, നമ്മളും പാലിക്കുക. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വീട്ടിലുള്ള പേരൻസാണ്. അവരോട് നമുക്ക് വലിയ കടമകളുണ്ട്. ലോകത്ത് ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും കൂടുതൽ കടമ ആരോടാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ലേ? ഉമ്മുക്ക, നിന്റെ മാതാവിനോട്. തുമ്മൻ യാ റസൂലല്ലാ, പിന്നെ ആരോടാ റസൂലേ? അപ്പോഴും പറഞ്ഞു ഉമ്മാനോട്. മൂന്നാമത് പറഞ്ഞു ഉമ്മാനോട്. നാലാമത് പറഞ്ഞു വാപ്പാനോട്. അതിന്റെ അർത്ഥം വാപ്പാക്ക് സ്ഥാനമില്ല എന്നൊന്നല്ല. ഈ 3 കാലഘട്ടങ്ങളെ പറയാൻ ഒരു കാരണമുണ്ട്. ഉമ്മ അനുഭവിക്കുന്ന 3 ത്യാഗങ്ങള് മക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാനും അറിയാനും അറിയില്ല. അവര് പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്നത്, മരണസമാനമായ വേദന കൊണ്ട് പ്രസവിച്ചത്, അതുപോലെ തന്നെ 2 വർഷക്കാലം പാലൂട്ടി വളർത്തിയത് മക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും അറിയാനും കാണാനും കഴിയില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 3 സ്ഥാനം ഉമ്മാക്ക് പറഞ്ഞു. പക്ഷെ നമ്മൾ ആലോചിച്ചു, ഇന്ന് നമ്മൾ അവരെ പരിഗണിക്കണുണ്ടോ അവഗണിക്കണുണ്ടോ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഒറ്റ വാക്കേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, നമ്മൾ എത്ര വളർന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകിൽ നീ താഴ്ത്തി കൊടുക്കേണ്ടത് ആരുടെ മുമ്പിൽ എന്നറിയാം? എത്ര ഉയരത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ മുമ്പിൽ. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട, ആദ്യം ഞാൻ പറയുന്ന ഇവിടെയുള്ള ചെറിയ മക്കളോട് ദേഷ്യമൊക്കെ വരുന്ന സമയത്തെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് വീടിന്റെ ഡോർ അടച്ച് അകത്ത് പോയിരിക്കണ മക്കളുണ്ട്. നിങ്ങൾക്കറിയോ ആത്മഹത്യ ഭീഷണി മുഴക്കുന്നവരെ? ഉമ്മ ഉറങ്ങൂല്ല, ഉമ്മ റൂമിൽ ഇടക്കിടക്ക് വന്ന് നോക്കും. ഉമ്മാക്ക് മൈഗ്രെയിൻ ഉണ്ടായിരിക്കാം, ശരീരത്തിന് മറ്റു പല പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഉറങ്ങൂല്ല. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്ന സമയം എപ്പോഴാണെന്നറിയോ? നമ്മളുടെ സ്വന്തം ശരീരത്തിൽ ജീവന്റെ തുടിപ്പറിയുന്ന ഗർഭവതിയാണെന്ന് അറിയുന്ന നിമിഷത്തിൽ ആ ഉമ്മാന്റെ വില അറിയും. ആ ബാപ്പാന്റെ, നമ്മളുടെ വീട്ടിൽ കുഞ്ഞു കാലുകളെ കൊണ്ട് മക്കൾ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോ വാപ്പാന്റെ നൊമ്പൽ എന്താ, ഉമ്മാന്റെ വേദന എന്താ നമ്മൾ അറിയും. പക്ഷേ അന്ന് ഖബർസ്ഥാനിന്റെ മീസാൻ കല്ലുകൾക്ക് താഴെ അന്തി ഉറങ്ങുന്ന മാതാപിതാക്കളോട് മാപ്പ് പറയാൻ പോലും അവരെ മുന്നിൽ കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മറക്കരുത് കേട്ടോ. കഠിനമായ പ്രയാസം. നിങ്ങൾ ആലോചിച്ച്, വയറിന്റെ മേലൊരു കല്ല് വെച്ച് കെട്ടി നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. 9 മാസം പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഈ പല ഉമ്മമാർക്കും ഇങ്ങനെ ടെൻഷനാണ്. 3 മാസമായിട്ട് കുട്ടി അനങ്ങിയില്ല എന്നൊക്കെ പറയും. ഇന്നലെ അനക്കുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു അനക്കൊന്നല്ല. കുട്ടി അനങ്ങണമെങ്കിൽ 18 ആഴ്ച മുതൽ മുന്നോട്ട് പോകണം, 5-ാം മാസമൊക്കെ ആവണം. ഗ്യാസിന്റെ വേദന അതുവരെ അനുഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ പോലും അവരുടെ ധാരണ എന്താണ്? ഇനി 5-ാം മാസം കഴിഞ്ഞ് കുട്ടി അനങ്ങാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ ശ്രദ്ധിച്ചോളുണ്ട്, ചവിട്ടും വല്ലാതെ, ഇത്തിരി പെയിൻഫുള്ളാണ്, വേദനയാണ്. പക്ഷെ ഉമ്മാക്ക് വേദന എപ്പോഴാണെന്നറിയും? കുട്ടി ചവിട്ടാതിരിക്കുമ്പോൾ. കുട്ടിയുടെ അനക്കില്ലേ ഉമ്മാക്ക് വേദനയാണ്. നമ്മളുടെ മുഖം ഒരിക്കലും കാണാതെ, നമ്മൾ ആരെന്നറിയാതെ, നമ്മളുടെ രൂപം എന്തെന്നറിയാതെ, നമ്മളുടെ ഒരു ശബ്ദവും കേൾക്കാതെ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിച്ചവരെ ഉമ്മയാണ് ഗർഭകാലഘട്ടം മുതലേ അങ്ങനെ അവർ സ്നേഹിച്ചു കൊണ്ടുവന്നു ഇല്ലേ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു കിടത്തത്തിനൊക്കെ ഒരു രൂപം ഉണ്ടാവും. മരണസമാനമായ വേദന കൊണ്ട് അവർ നമുക്ക് ജന്മം തന്നവരെ. നമ്മൾ എന്തെങ്കിലും ഉണ്ടുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ശരീരത്തിന്റെ എല്ല് പൊട്ടുമ്പോൾ വേദന താങ്ങണില്ല. 22 അസ്ഥികൾ ഒരേ സമയം പൊട്ടുന്ന വേദന അറിഞ്ഞിട്ടാണ് അവർ നമുക്ക് ജന്മം തന്നത്. ഇന്നത്തെ പുതിയ മക്കളൊക്കെ പറയും സി സെക്ഷനാണ് അല്ലേ? ഫിലുമാത്തിൻ സലാത്ത്, 3 ഇരുട്ടറകലാണ് ഗർഭപാത്രത്തിന്. അത് 3ഉം കീറിയപ്പോഴാണ് സി സെക്ഷൻ ആയത് അല്ലേ? ആ 3ഉം കീറി 3ഉം തുന്നിയിട്ടാണ്. നിങ്ങൾക്കറിയോ? ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസത്തെ ഒബ്സർവേഷനും കഴിഞ്ഞ്
തിരിച്ചു കൊണ്ടുവന്ന് കിടത്തുമ്പോൾ കുഞ്ഞിന് ആദ്യമായിട്ട് പാല് കൊടുക്കാൻ വേണ്ടി ഉമ്മ ചെരിഞ്ഞു കിടക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന പോലും എത്ര കഠിനാന്നറിയാം. പക്ഷേ അവര് എന്നാലും നമുക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാ. ഭാരതപ്പുഴയുടെ മേലെന്ന് ഒരു മകൻ ഉമ്മാനും കിട താഴ്ത്ത് കിട്ടില്ലേ. ആ താഴ്ത്ത് കിട്ട സമയത്ത് താഴെ മീൻ പിടിക്കുന്ന ആളുകൾ ആ ഉമ്മാനെ രക്ഷപ്പെടുത്തുക സ്വത്തിന് വേണ്ടി ചെയ്തതാണ്. പോലീസ് സ്റ്റേഷനിൽ ആ മകനെ പോലീസുകാർ തല്ലി ഉമ്മാന്റെ മുമ്പിൽ വെച്ച്. അപ്പൊ ഉമ്മ പറഞ്ഞെന്താ അറിയോ? അവനെ തല്ലല്ലേ സാറേ, അവൻ എൻ്റെ മോനാണ്. അതാണ് ഒരു ഉമ്മാന്റെ മനസ്സെന്ന് പറഞ്ഞാൽ. ചെറിയ സമയം കൊണ്ട് പോലും ഒരുപാട് സ്നേഹിച്ചവരവരാൻ. ഒരു ഉമ്മാന്റെ ഏറെ ഹൃദയത്തിൽ ടച്ച് ചെയ്തത് അവർ 1998 3 മണിയോടെ എന്നെ അന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതാണ്. അല്പസമയം കഴിഞ്ഞ് ഞാൻ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ എന്നെ വിട്ടുപോയി. നാട്ടുകാരെ എൻ്റെ മകനെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. അന്ന് നല്ല മഴയുള്ള തിങ്കളാഴ്ചയായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു, ഇടിയും ഉണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഒരു അല്പസമയം പോയി കിടക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൽ അല്പസമയം കണ്ട മോനോടൊരു അത്ര വലിയ സ്നേഹം വെക്കണമെങ്കിൽ ഇത്രയും കാലം നമ്മളെ ചോർത്തി വെച്ച, നമ്മളോട് സ്നേഹം വെച്ചവർ എത്ര നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ മനസ്സിനെ ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്. 2 വർഷക്കാലം പാലൂട്ടി എന്ന് പറഞ്ഞാൽ മുളച്ചു വന്ന കിന്നരിപ്പല്ല് കൊണ്ട് മാതാവിന്റെ മാരടത്തിൽ പാല് കിട്ടാതെ കടിക്കുമ്പോൾ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളി വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടിയ ഉമ്മാനെ നമുക്കിന്ന് വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ബാപ്പ കുറച്ച് കാർക്കശക്കാരനെന്നൊക്കെ പറയും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ, ആ ബാപ്പ രാത്രി 12:30 1 മണിക്കും കടന്നു വരണ നമ്മളോട് എന്ത് കാരുണ്യത്തിൽ പെരുമാറണം എന്ന് പറയണേ. ഉമ്മാനോട് പറയും നേരം വൈകൂട്ടോ എന്നൊക്കെ പറയും. ഉമ്മ ബാപ്പ അറിയാതെ അവനെ സ്വീകരിക്കൂലോ, വീട്ടിൽ സ്വീകരിക്കൂലോ. എങ്ങനെ? ശബ്ദം ഉണ്ടാക്കാതെ ഡോറ് തുറന്ന് അവനെ സ്വീകരിച്ച് ഭക്ഷണം വേണോ ചോദിച്ചു പുതപ്പിട്ട് കൊടുത്ത് ബാപ്പാന്റെ റൂമിൽ മിണ്ടാതെ കയറി ഡോറ് ലോക്ക് ചെയ്ത് ശബ്ദം ഉണ്ടാക്കാതെ വാപ്പാടെ ചാരത്ത് വന്ന് കിടക്കുമ്പോൾ ആ നിശയുടെ നിശബ്ദതയിൽ രാത്രിയിൽ എല്ലാം ശ്രമിക്കുന്ന വാപ്പാന്റെ ഒരു ചോദ്യമുണ്ട്, അവനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കണ വാപ്പാനെ നമ്മൾ കണ്ടിട്ടില്ലേ? 30 കൊല്ലം ഗൾഫിൽ നിന്നൊരാള് നാട്ടിൽ പോരുമ്പോൾ റൂമിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആള് പറയും എനിക്കൊരു ഷവായി തിന്നണം. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഷവായി തിന്നാത്ത ഗൾഫാരനോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ബദാമും പിസ്തയൊന്നും അറബ് മണ്ണിൽ പൂത്തൊലഞ്ഞ് നിൽക്കണതല്ല, ഒരുപക്ഷെ ഇവിടുത്തേനേക്കാളും വിലയുണ്ട്. അവരാരും കട്ടലിന്റെ ചാര വെച്ചിട്ടത് ദിവസേന തിന്നോരല്ല. അതുകൊണ്ട് അവർക്കൊരു വില കാണാൻ, അവരോട് കൂടി ആലോചിക്കാൻ എത്ര അഭിപ്രായം ഉണ്ടായിരുന്നു. ഞാൻ മരുക്കളോടും കൂടെ പറയാം, ഇവരൊക്കെ കയ്യിലെടുക്കാനും കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അത് നമ്മളങ്ങോട്ട് പയറ്റണം. കാരണം എന്താ അറിയോ? ഒരു ഉമ്മാക്ക് മരുവളോട് 3 മരുക്കളുള്ളിൽ ഒരു മരുവളോട് ഉമ്മാക്ക് ഭയങ്കര സ്നേഹമുണ്ട്. അപ്പൊ അതിന്റെ ടിപ്സ് മരുവോട് പറഞ്ഞെന്താ വെച്ചാൽ, ഞാൻ ചോറ് വെക്കുമ്പോൾ ഉമ്മാനോട് ചോദിക്കുന്നത് എത്ര അരി ഇടണ്ടെന്ന്. ഒരുപക്ഷെ ചോറ് വന്നിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഉമ്മാൻ്റെ അപ്പൊ ഉമ്മ പറയും 2 ഇട്ടാൽ മതി, ഓൾറെഡി 3 ഇട്ടിട്ടുണ്ടാവും, എന്നാലും പ്രശ്നമില്ല. ആ ഒരു പരിഗണന ഇല്ലേ? ഞാനത് ആ മന്ത്രം നമ്മൾ മറക്കരുത്. ആ പരിഗണന അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മളുടെ മാതാപിതാക്കളോട് മക്കളെ നമ്മൾ പ്രയാസപ്പെടുത്തരുത്. പ്രത്യേകിച്ച് എന്താ അറിയോ, നമ്മളുടെ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മോൾക്കൊരു സ്ഥാനം മരുവൾക്കൊരു സ്ഥാനം. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താണ്. അതായത് ഒരു മോളും മരുവനും രണ്ടാളും ചെയ്യുന്ന പണി ഒന്നാന്ന് വിചാരിക്കാം. പെൺമക്കളെ ജോലി കാര്യങ്ങളിൽ സഹായിക്കുന്നു, അടുക്കളയിൽ സഹായിക്കുന്നു, മക്കളെ സ്കൂൾ കൊണ്ടുപോയി വിടുന്നു, വീട്ടുകാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഉമ്മാനോട് ചോദിച്ചേക്കും, ഉമ്മ നിങ്ങളുടെ മരുവൻ എങ്ങനെയുണ്ട്? ഉമ്മ പറയും, പഠിച്ചോൻ എനിക്ക് കഞ്ഞരുളി തന്നതാണ് എൻ്റെ മരുവന്, എൻ്റെ മോൾക്ക് എന്തൊരു ഹെൽപ്പെന്നറിയോ, എല്ലാ കാര്യങ്ങളും എൻ്റെ മോൻ ചെയ്തു കൊടുക്കുമെന്ന് പറയും. അതേ ഉമ്മാരോട് നിങ്ങൾ ചോദിച്ചോക്കെ നിങ്ങളുടെ മോന് എങ്ങനെയുണ്ട് ചോദിച്ചാൽ പറയും, എൻ്റെ മോന് വേണം അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യാൻ, മക്കൾ ഓന് വേണം സ്കൂൾ വിടാൻ, അവൻ്റെ ഒരു പെൺകൂസനാണെന്ന് പറയും. കാരണം ഒരു വിഷയത്തിൽ ഒരു ഉമ്മാൻ്റെ 2 നിലപാട്. അങ്ങനത്തെ ഉമ്മമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരു ആണ് ഭാര്യ വിട്ടു പോയാലേ 1 ദിവസത്തിൽ കൂടുതൽ നിൽക്കും, മടിയായിരിക്കും പലർക്കും പോകാൻ. കാരണം അവരുടെ സ്വാതന്ത്ര്യം അവിടെ നടക്കൂല. കാരണം സ്വന്തം വീടല്ല. ഒരു പെൺകുട്ടി അവരുടെ വാപ്പാനും ഉമ്മാനും വിട്ടിട്ട് ഇവിടെ വന്നിരിക്കാൻ നമുക്ക് അവരോട് മഹബത്ത് വേണോ? ആദ്യമേ കുത്തുവാക്ക് പറയരുത്. ആദ്യത്തെ ദിവസം ഒരുപക്ഷെ രാവിലെ എണീറ്റ് വരുന്നത് ഇവിടെ ആരും ഉച്ചക്കല്ല എണീക്കുന്നത്, കൈതട്ടിയൊരു പാത്രം വേണ്ട, ഇവിടെ ആരും പാത്രം പൊട്ടിക്കാറൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് വഴക്ക് പറയാതെ ചേർത്ത് പിടിക്കാൻ നമ്മളും തയ്യാറാവും. ഇൻഷാ അല്ലാഹ് ഒരു ഒറ്റ ഉദാഹരണം വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. എന്നും വൈകുന്നേരം 10 മണിക്ക് വരണ ഒരു മകനെ പുതുമണ്ണ് ഡോറ് തുറന്നു കൊടുത്ത ഉമ്മ പറയും, ഇക്കണ്ട കാലം ഞാനല്ലേ ഡോറ് തുറന്നു കൊടുത്തേ, നീ എവിടെയായിരുന്നു? പിറ്റേ ദിവസം മോൻ 10 മണിക്ക് വന്ന മരോള് വിചാരിക്കും ഉമ്മ തുറന്നു കൊടുത്തോട്ട്, ഉമ്മ പറഞ്ഞുകൊണ്ടല്ലേ.
അപ്പൊ ഉമ്മ പറയുന്നത് നിനക്കെന്താ തുറന്നു കൊടുത്താൽ അവൻ വെല്ലടിക്കുന്ന കേട്ടോടെ. അപ്പൊ നമ്മുടെ ഉള്ളിലെ സദാചാര ബോധങ്ങളൊക്കെ ഉണർന്നു. ഇന്നലെ ഉമ്മ അങ്ങനെ പറഞ്ഞു, ഇന്നും അങ്ങനെ പറഞ്ഞു, ശരിയല്ല. ഇതെന്തുകൊണ്ട് ഉമ്മ പറയണം എന്നുള്ളൊരു കാരണം പരിശോധിച്ചിട്ട് നമ്മൾ ചികിത്സിക്കാൻ ഇൻഷാ അല്ലാഹ്. കാരണം ഉമ്മാന്റെയും ഭാര്യക്കിടയിൽ ഇടപെടാൻ കുറച്ച് പ്രയാസപ്പെടുന്ന മക്കളുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോന്റെ നിക്കാഹ് കഴിയുമ്പോൾ ഉമ്മാന്റെ ഉള്ളിൽ ഒരു തീക്കനൽ ജനിക്കുക. ആ തീക്കനലാണ് എൻ്റെ മോൻ എൻ്റേതല്ലാതായി പോവാ. നമ്മൾ പോയിട്ട് ഉമ്മങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ എന്ന് ചോദിച്ചു. ഉമ്മ എന്താ വിചാരിക്കാന്ന് അറിയാം. ഇപ്പം ഞാൻ വിചാരിച്ചൊക്കെ ശരിയായില്ലേ, അവൻ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന്. നേരെ മറിച്ച് സത്യന്യായമല്ല, മിണ്ടാതിരിക്കുക, ഭൂമിയോളം താന്നു കൊടുക്കുക, ആ ഉമ്മാനെ ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തുക. ഉമ്മാക്ക് മോനക്ക് പ്രിയപ്പെട്ടത് ഉമ്മയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത പിന്നെ അൽഹംദുലില്ലാ ബാക്കിയൊക്കെ ട്രാക്കിൽ വരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബന്ധങ്ങളെ പുലർത്തുക, ജ്യേഷ്ഠനും കുടുംബങ്ങളുള്ള ഈ ഒരു ഒത്തൊരുമ ഇൻഷാ അല്ലാഹ് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഇൻഷാ അല്ലാഹ് അമീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഹജ്ജിന് വേണ്ടി പോകുന്ന മാതാപിതാക്കൾക്കാണ് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിപൂർണമായി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുക. നമ്മളെല്ലാവരും പറയണ വാക്കാണ്, എന്താണ്? മഖ്ബൂലും മബ്റൂറുമായി. മഖ്ബൂല് പറഞ്ഞാൽ അള്ള കൊടുക്കണ്ട, അള്ള സ്വീകരിക്കുന്ന അള്ളാന്റെ കയ്യിലാണ്. മബ്റൂർ നമ്മൾ ചെയ്യേണ്ടതാണ്. അമീർ സാഹിബും വൈഫും ഇനിയൊക്കെ ആര് ഹജ്ജിന് പോകണ്ട അവരൊക്കെ മനസ്സിലാക്കണം, മബ്റൂർ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെന്ത് മബ്റൂർ. അപ്പൊ ഇത് രണ്ടും കൃത്യമായാൽ മാത്രമാണ് അള്ളാന്റെ അടുക്കൽ ഹജ്ജ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയല്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ്. എല്ലാ ആരാധനകളും സ്വകാര്യമായി ചെയ്യേണ്ട ആരാധനകളാണ്, പക്ഷെ ഹജ്ജ് പരസ്യമായി ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ലോകമാന്യതകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ആലോചിക്കേണ്ടവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, ഇവരോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരുപക്ഷെ എല്ലാവരും പറഞ്ഞ ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വാക്ക് ഹജ്ജിന് പോകുന്നവരൊക്കെ മറക്കാതിരിക്കണം. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ എന്ന ഒരു വാക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആ കരാറിനെ പൂർത്തീകരിച്ചവരായിട്ട് നമ്മൾ മാറും ഇൻഷാ അല്ലാഹ്. മാതാപിതാക്കൾക്കാണ്, അവർക്കും അല്ലാഹു അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.